നമസ്കാരം. ഗോവയിലെ ബിച്ചോളിൻ താലൂക്കില് സലേമിലുള്ള ബ്ലൂ ഹാർവസ്റ്റ് ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4.5 ഏക്കറിൽ ഒരു ഒന്നാന്തരം ഒരു ഇന്റഗ്രേറ്റഡ് ഫാമാണ് ഇവിടെ നമ്മുടെ പൂഞ്ഞാറുകാരനായ മാത്തച്ഛനും ഭാര്യ അനിതയും കൂടി ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഫാമിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഈ പന്നിക്കൂടാണ്. ഈ പന്നിക്കൂട്ടിൽ നിന്നാണ് ഈ ഫാമിന് വേണ്ട റിസോഴ്സസിന്റെ എല്ലാം തുടക്കം. അതുപരി വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഫാം. ഹോട്ടൽ വേസ്റ്റ് പന്നിക്കൂട്ടിലെത്തുന്നു. അത് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന 13 ഉൽപ്പന്നങ്ങളായിട്ട് വീണ്ടും ഗോവയിലെ വിവിധ ഭക്ഷണശാലകളിലേക്ക് എത്തുന്നു. ഇതിന്റെ ഓരോ ഘട്ടമായി നമുക്ക് മാത്തച്ഛനോടും അനിതയോടും ചോദിച്ച് മനസ്സിലാക്കാം. മാത്തച്ഛ, ഈ ഫാമിൽ ഞാൻ ഒറ്റ നോട്ടത്തിൽ ഏറ്റവും ആകർഷിക്കുന്നതിന്റെ വൃത്തിയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതെന്ന് പറയാം? നമ്മൾ ഒരു ദിവസം തന്നെ ഏകദേശം 4 തവണ ഇത് ക്ലീൻ ചെയ്യും. രാവിലെ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്യും. വൈകുന്നേരം ക്ലീൻ ചെയ്യും. പിന്നെ രാത്രി ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ ഒന്നും കൂടെ, അങ്ങനെ 4 തവണ നമ്മൾ ക്ലീൻ ചെയ്യും. ഈ ക്ലീൻ ചെയ്യുന്ന എല്ലാം നമ്മൾ ബയോഗ്യാസിലേക്കാണ് പോകുന്നത്. ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറത്ത് വരുന്ന സാധനം കമ്പോസ്റ്റിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മളിത് ഇതിന്റെ വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഈ ഫാമിന്റെ കപ്പാസിറ്റി എത്രയാണ്? ഇപ്പൊ എത്ര പന്നിയുണ്ട്? ഇപ്പം നമുക്ക് ശരിക്കും ഈ ഇപ്പോഴത്തെ കപ്പാസിറ്റി 450 പന്നിയാണ്. ഇത് നമ്മളൊരു 1000 പന്നിക്കുള്ള വരെയുള്ള ഇതുണ്ട്. പക്ഷെ ഇപ്പം നമുക്കിപ്പോ ഒരു 200 പന്നിയേ ഉള്ളൂ ഇപ്പം നിലവിൽ. നമ്മളിപ്പം വീണ്ടും നമുക്കൊരു 4-5 മാസങ്ങൾക്ക് മുമ്പ് സ്വൈൻ ഫീവർ വന്ന് നമ്മുടെ പന്നിയെല്ലാം രോഗം വന്ന് പോയായിരുന്നു. അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ ഏകദേശം 200 പന്നിയോളം ഇപ്പം നിലവിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പന്നിക്ക് കൊടുക്കുന്ന തീറ്റ, അതിന്റെ തീറ്റ ക്രമം എങ്ങനെയാണ്? അതായത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് മെയിൻ ആയിട്ട് ഇപ്പൊ ഗോവയിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഈ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റ് നമ്മൾ ഡെയിലി കളക്ട് ചെയ്യാണ്. ഈ ഡെയിലി കളക്ട് ചെയ്യുന്ന വേസ്റ്റ് വണ്ടികളിൽ നമ്മൾ ഇവിടെ എത്തിക്കുന്നു. വണ്ടിയിൽ ഇവിടെ എത്തിച്ചതിന് ശേഷം ആ വേസ്റ്റ് നമ്മൾ പന്നിക്ക് കൊടുക്കുന്നു. പന്നി അത് തിന്നതിന് ശേഷം പന്നിക്ക് തിന്നുന്നു. പന്നി തിന്നതിന് ശേഷം അതിന്റെ വേസ്റ്റ് കുറച്ച് നമുക്ക് മീൻ കൃഷിയുണ്ട്. മീൻ കുളങ്ങളിലേക്ക് നമ്മൾ ഇടുന്നു. മീൻ കുളത്തിൽ നമ്മൾ ആൽഗെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. ഈ ആൽഗെ ഡെവലപ്പ് ചെയ്യുന്നത് ആ ആൽഗെ തിലോപ്പിയ എന്ന് പറയുന്ന മീൻ കഴിക്കുന്നു. തിലോപ്പിയ അതിവേഗം ബ്രീഡ് ചെയ്യുന്നൊരു മീനാണ്. പെട്ടെന്ന് ഇത് ബ്രീഡാവും. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാവും. അതിന്റെ കുഞ്ഞുങ്ങളെയാണ് കാളാഞ്ചി കഴിക്കുന്നത്. കാളാഞ്ചി എന്ന് പറഞ്ഞാൽ സീബാസ് എന്ന് പറയുന്ന മീനാണ്. ഇംഗ്ലീഷ് സീബാസ് എന്ന് പറയും, കാളാഞ്ചി. ആ മീൻ കഴിച്ച് അതിന്റെ കുഞ്ഞുങ്ങളെ കഴിക്കുന്നു. അങ്ങനെ ഒന്നിൽ നിന്ന് അടുത്ത പ്രോഡക്റ്റ്, അടുത്തതിൽ നിന്ന് അടുത്ത പ്രോഡക്റ്റ്, അങ്ങനെ നമ്മൾ ഏകദേശം 13 പ്രോഡക്റ്റ് ഈ വേസ്റ്റിൽ നിന്ന് നമ്മൾ ആക്കുന്നു. ഈ പ്രോഡക്റ്റ് നമ്മൾ വീണ്ടും തിരിച്ച് ഹോട്ടലുകളിൽ കൊണ്ട് തിരിച്ചു കൊടുക്കും. ഈ പന്നിക്ക് ഹോട്ടൽ വേസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ സാധാരണഗതിയിൽ ദിവസത്തിൽ 1 തവണയെ ഹോട്ടൽ വേസ്റ്റ് കൊടുക്കാറുള്ളൂ. മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് വേസ്റ്റ് വരുന്നത്. വേസ്റ്റ് വരുമ്പം ഒരു നേരമേ നമ്മൾ വേസ്റ്റ് കൊടുക്കുള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മീറ്റിന്റെ ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരു നേരം കൊടുത്താൽ അധികം ഫാറ്റ് ഉണ്ടാകുന്നില്ല. പിന്നെ രാവിലെ സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുല്ലാണ് കൊടുക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കും 2 നേരം പുല്ല് കൊടുക്കും. രാത്രിയിൽ 1 നേരം മാത്രമേ നമ്മൾ ഇതിന് ഫുഡ് കൊടുക്കുള്ളൂ. ആ ഫുഡ് 1 നേരം മാത്രം കൊടുക്കുന്ന ഗുണം എന്ന് വെച്ചാൽ ഇതിലധികം ഫാറ്റ് ഉണ്ടാകില്ല. ഫാറ്റ് അധികം ഉണ്ടാകത്തുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ മീറ്റിന് ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ 1 നേരം മാത്രമേ ഇതിന് ഫുഡ് കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് അവര് ഫ്രീസറിൽ വെച്ചിട്ടാ. ഈ ഫ്രീസറിൽ അവരുടെ വേസ്റ്റുകൾ മുഴുവൻ ഫ്രീസറിലേക്കാണ്. ഫ്രീസർ യൂണിറ്റ് ഉണ്ട്. ആ ഫ്രീസർ യൂണിറ്റിലേക്ക് വരുന്നുണ്ട്. ഇതൊന്നും സ്പോയിൽ ആയിട്ടുള്ള വേസ്റ്റ് അല്ല. മിച്ചം വരുന്ന ഫുഡ് ആണെങ്കിലും അതൊരു അഴുകിയ ഫുഡല്ല. അതുകൊണ്ട് മനുഷ്യൻ കഴിക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടുന്നത്. അധികമായി സർപ്ലസ് വരുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ വന്നു കഴിഞ്ഞ് ഇവിടെ സൂക്ഷിച്ച് വെക്കുന്നില്ല, അന്നേരം ഫുഡ് ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലുകാർക്ക് നമുക്ക് ഈ വേസ്റ്റ് ഒരു വലിയ മാനേജ്മെന്റ് വലിയൊരു പ്രോബ്ലമാണ്. ഇത് പ്രത്യേകിച്ച് പഞ്ചിയും ബീച്ച് ഏരിയകളിലെല്ലാം വേസ്റ്റ് മാനേജ് ചെയ്യാൻ വലിയൊരു പ്രോബ്ലം. അപ്പം അവരുടെ വേസ്റ്റ് അവര് മന്ത്ലി അവരുടെ വേസ്റ്റ് എടുക്കുന്നതിന് നമുക്ക് മന്ത്ലി അവര്
നമുക്ക് remuneration ഫീസ് തന്നാണ് നമ്മൾ ആ വേസ്റ്റ് ഇങ്ങോട്ട് എടുത്തോണ്ട് വരുന്നത്. അവര് നമുക്ക് പേയ്മെന്റ് ചെയ്യുവാണ്, അവരുടെ വേസ്റ്റ് എടുത്തോണ്ട് എന്ത് നിരക്കിൽ കിട്ടും സാധാരണ രീതിയിൽ? നമുക്ക് മന്ത്ലി ആണ് സാധാരണ വേസ്റ്റ്. നമുക്കൊരു ഹോട്ടലിന്റെ വലിപ്പം അനുസരിച്ച് ഒരു 5000 രൂപ തൊട്ട് 20,000 രൂപ വരെ മാസം നമുക്ക് വേസ്റ്റ് എടുക്കുന്നതിന് നമുക്ക് ഇങ്ങോട്ട് തരും. ഇപ്പൊ പെർ ഡേ നമ്മൾ എത്ര ടൺ വേസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് പറയാം? നമ്മൾ ഏകദേശം ഒരു 4 ടൺ എത്ര ഹോട്ടലുകളിൽ നിന്നായിട്ട്? ഒരു 15 ഹോട്ടലുകളിൽ 15 ഹോട്ടലിൽ നിന്ന് 4 ടൺ വേസ്റ്റ്. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലുകളാണ്. ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങൾ. ഈ വേസ്റ്റ് പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ഏരിയ, നിങ്ങൾ അവിടുന്ന് വേസ്റ്റ് ഇവിടം വരെ കൊണ്ടുവരുന്നതിന് എന്താ സിസ്റ്റം? ഒരു എൻക്ലോസർ സിസ്റ്റം ആണോ? എങ്ങനെയാണ്? നമ്മൾ കണ്ടെയ്നർ ടൈപ്പ് വെഹിക്കിളാണ് നമ്മുടെ വണ്ടി. ആ വണ്ടി പോകുന്നു, അതിൻ്റെ അത് വേസ്റ്റ് എടുക്കുന്നു. നമുക്ക് പിന്നെ ബാക്കി പഞ്ചായത്തിന്റെ ലൈസൻസ്, പൊല്യൂഷൻ കൺട്രോളിന്റെ, പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള ലൈസൻസുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അവര് നമ്മുടെ empty barrel അവിടെ കൊടുക്കും. അവരത് ഫുഡ് വേസ്റ്റ് അതിനകത്ത് നിറച്ച് അടപ്പ് വെച്ച് സോർട്ട് ചെയ്യാറുണ്ടോ? സോർട്ട് ചെയ്ത് പ്ലാസ്റ്റിക് എല്ലാം മാറ്റി എന്നിട്ട് അത് നമ്മൾ അടച്ച് നമ്മുടെ വണ്ടി കണ്ടെയ്നർ ടൈപ്പ് മണമൊന്നും വരാം. മരമൊന്നും വരത്തില്ല. പ്രത്യേകിച്ച് ഫ്രഷ് അവിടുന്ന് ഫ്രീസറിൽ വരുന്ന കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല കൂളായിട്ടായി സാധനം വരുന്നത്. ഇവിടെ വന്ന് ഇടുമ്പോഴും തണുപ്പ് ജസ്റ്റ് മാറത്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചിക്കൻ വേസ്റ്റ് തീരെ ഉപയോഗിക്കാറില്ല അല്ലേ? ഉപയോഗിക്കാറില്ല. പന്നി ഫാമിൽ നമ്മള് പ്രത്യേകിച്ച് പന്നി ഫാമിൽ എന്റെ അനുഭവത്തില് ചിക്കൻ വേസ്റ്റ് ഇടുമ്പോൾ രോഗങ്ങൾ കൂടുന്നുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന എണ്ണം കുറയുന്നുണ്ട്, പിന്നെ ഉള്ളത് രോഗങ്ങള് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു. പിന്നെ ചിക്കൻ വേസ്റ്റിന് ഭയങ്കരമായിട്ടുള്ള മണമാണ്. പൊല്യൂഷൻ ഇത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുപോലെ പൊല്യൂഷനാണ്, മണം. നമുക്ക് ഇവിടെ നമ്മുടെ ഫാമിലി ഏറ്റവും വലിയ ഗുണം, നമ്മൾ ഫാമിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ കിടക്കുന്ന അതേ ഫീലാണ്. ഇവിടെ ഒരു മണം ഉണ്ടാവില്ല. സാധാരണ പന്നി ഫാമിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് അയലോക്കാർ താമസിക്കാൻ പറ്റില്ല, മണം എന്നുള്ള കാര്യം. അതെല്ലാം നമ്മൾ ആ മാനേജ് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഇവിടെ ഒരു മണവും ഇല്ല. ചുരുക്കം തീറ്റയിടുന്ന ചില സമയങ്ങളിൽ അങ്ങനെ ഒരു ചെറിയ മണം വരും എന്നുള്ള അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ വേസ്റ്റും ബയോഗ്യാസിലേക്ക് പോകും, ബയോഗ്യാസിൽ നിന്ന് കമ്പോസ്റ്റിലേക്ക് പോകും. ഒരു സാധനവും പുറത്തു വരികയില്ല. നേരത്തെ പറഞ്ഞില്ലേ തീറ്റയ്ക്ക് മീറ്റ് ക്വാളിറ്റി ആയിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പൊ ഈ മീറ്റ് ക്വാളിറ്റി നമ്മൾ മീറ്റ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് തീറ്റയിൽ എന്തെങ്കിലും പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ടോ? സാധാരണ രീതി നമ്മളിപ്പം നമ്മളൊരു കൂട്ടിന്ന് സാധാരണ രീതി ഒരു 30-40 പന്നിയാണ് ഒരു ലോറി വരും. ലോറി ഇവിടുന്ന് ലോഡ് ചെയ്ത് അവർ ലോഡ് തൂക്കി വരും. എന്നിട്ട് നമ്മൾ പന്നിയെ കയറ്റും, പോയി ലോഡ് വെക്കും. അങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ലോഡ് പോകുന്ന സമയത്ത് ഒരാഴ്ചക്ക് മുമ്പ് കഴിയുന്നത് നമ്മൾ തീറ്റ ഈ ഒരു നേരം എന്നുള്ളത് തന്നെ കുറയ്ക്കും. 2 ദിവസത്തിൽ ഒരിക്കൽ കൊടുക്കും. ആ സമയങ്ങളിൽ മുഴുവൻ പുല്ല് കൊടുക്കും, പന്നിക്ക് വെള്ളവും പുല്ലും കൊടുക്കും. അങ്ങനെ പന്നിയുടെ വെയിറ്റ് ഇപ്പൊ ഒരു സാധാരണ നമ്മൾ കൊടുക്കുന്ന എപ്പോഴും ഒരു 100 കിലോ 120 കിലോ സൈസ് ലൈവ് വെയിറ്റ് 120 കിലോ. അപ്പൊ ഇറച്ചി വെയിറ്റ് ഒരു 80 കിലോ 70 കിലോ 80 കിലോയ്ക്ക് 90 ഇടയ്ക്ക് ഒരു സൈസിലുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിന് കാരണം വെച്ചാൽ ആ സൈസിലാണെങ്കിലാണ് ഏറ്റവും ഫാറ്റ്. ഇപ്പൊ നമ്മളിപ്പോ കടയിൽ ചെന്നാൽ പോലും നമുക്ക് ഫാറ്റ് ഇല്ലാത്ത മീറ്റേ നമ്മൾ മേടിക്കുള്ളൂ. ഫാറ്റുള്ള മീറ്റ് ആരും പൊതുവെ താല്പര്യപ്പെടാറില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മൾക്ക് ആൾക്കാർ കൂടുതലായിട്ട് സാധനം എടുക്കാം. കണ്ടമാനം ഫാറ്റുള്ള ഒരു 200 കിലോ 250 കിലോ 300 കിലോ ആയാലും ഈ സാധനം പോകും. പക്ഷെ അത് ഭയങ്കര ഫാറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് മന്ത്ലി നല്ല ക്വാളിറ്റി സാധനം പോയെങ്കിൽ ഇപ്പോഴും നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും, ആ മീറ്റിന് ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ട് മിക്കവാറും ഒരാഴ്ചക്ക് മുമ്പ് നമ്മള് ഫീഡ് കൊടുക്കുന്നതും നമ്മൾ കുറയ്ക്കും. പിന്നെ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഫീഡ് കൊടുക്കും, എന്നാലും കുറച്ച് ഒരു 120 കിലോ സൈസുള്ള ഒരു പന്നിയാണെങ്കിൽ ഒരു 10 കിലോ എങ്കിലും അതിന്റെ വെയിറ്റ് ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ കുറയ്ക്കും. കുറച്ചിട്ടാണ് തൂക്കം കുറയ്ക്കാനും നോക്കുന്നുണ്ടോ? അതെന്ന് വെച്ചാൽ ഫാറ്റ് കുറയാൻ വേണ്ടി ആ മീറ്റ് ഈ 120 കിലോ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര മാസം വേണ്ടി വരും? 8 മാസം തൊട്ട് 1 കൊല്ലം വരെ എടുക്കും. നല്ല ബ്രീഡ് നല്ലതൊക്കെ ആണെങ്കിൽ 8-9 മാസം കൊണ്ട് ഈ 120 കിലോ. ബ്രീഡ് ഇച്ചിരി മോശമൊക്കെ ആണെങ്കിൽ ഒരു വർഷം വരെ എടുക്കും. ഇവിടെ ഏതൊക്കെ ബ്രീഡുകളാണ് മെയിൻ ആയിട്ടുള്ളത്? നമുക്കിവിടെ ബ്രീഡുകളെ ഹാംഷെയർ, യോർക്ക്ഷയർ, ഡ്യൂറോക്ക്, ലാൻഡ് റൈസ്, ലാർജ് ബ്ലാക്ക്, പിന്നെ ഗോവയുടെ ഒരു ബ്രീഡ് അഗോണ്ട എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. ഗോവയുടെ ഒരു ബ്രീഡാണ്. അതായത് കാട്ടുപന്നി നാട്ടുപന്നിക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണ്. കറുത്ത പന്നിയാണ്. പക്ഷെ ഇപ്പൊ തൂക്കം എന്തോ ഇല്ല, അത് നാടൻ പന്നിയുടെ ഒരു ഇതേ ഉള്ളൂ. അത് അത്ര മീറ്റ് ക്വാളിറ്റി കൂടുതലാണ്, രുചി കൂടുതലുണ്ട് എന്നുള്ളേ ഉള്ളൂ. പക്ഷെ നമുക്കത് ലാർജ് സ്കെയിൽ ചെയ്യാൻ മാർക്കറ്റ് ഒന്നുമില്ല. പിന്നെ മറ്റേ പന്നിക്ക് കിട്ടുന്ന എന്ത് വിലയോ ആ വിലയിന് കിട്ടുന്നു. അതിപ്പോ നമ്മളിപ്പോ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി രുചിക്ക് അതിന്റെ മീറ്റിന് കുറച്ചും കൂടെ രുചി കൂടുതലുണ്ടെന്നുള്ളൂ. പക്ഷെ
അത് നമ്മളൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അത് ലാഭകരമല്ല. ഇപ്പൊ നമ്മളൊരു സെറ്റ് ബാക്ക് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വീണ്ടും ഇവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇട്ട് തുടങ്ങി. അല്ല, ലോങ് ടൈമിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ സാധാരണ ഇവിടെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മുടെ ബ്രീഡിങ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പോയതുകൊണ്ട് നമ്മൾ വീണ്ടും പുതിയ കുഞ്ഞുങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എടുത്തു. ഈ ബ്രീഡിങ്ങിനായിരുന്നു നമുക്ക് എന്തെങ്കിലും പ്രത്യേക ഒരു രീതിയോ വല്ലതും ഉണ്ടോ? നമ്മൾ ഏറ്റവും നല്ല നോക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ല ഇടനീളമുള്ള പന്നികളെ നോക്കിയെടുത്ത് നമുക്കറിയാം ആ പന്നികളെ കാണുമ്പോഴും അതിന്റെ ക്വാളിറ്റിയും മെയിലിന്റെ ക്വാളിറ്റിയും നോക്കി നമ്മൾ ഓൺലൈനിൽ നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്തിടും. പിന്നെ സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോ കൂടുതൽ പ്രൊഡക്ഷൻ വേണമെങ്കിൽ നമ്മൾ അത് നോക്കാറില്ല പലപ്പോഴും. ക്വാളിറ്റി ഇല്ലാത്ത പന്നികളെയും നമ്മൾ ബ്രീഡ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങൾ ഉണ്ടാകാന്നുള്ള, നമുക്ക് മീറ്റ് ആണ് നമ്മുടെ ആവശ്യം. അപ്പൊ നമുക്ക് ക്വാളിറ്റി മാത്രം നോക്കി എപ്പോഴും നമുക്ക് അത്രയും പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാകില്ല. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ പന്നികളെയും നമ്മൾ ബ്രീഡ് ചെയ്യും. അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ പന്നികളെ ബ്രീഡ് ചെയ്യുമ്പോഴും പല സാഹചര്യങ്ങളും നല്ല കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട്. അപ്പൊ അത് സാഹചര്യം പോലെ ഇരിക്കും. നമുക്ക് സാഹചര്യം വന്നാൽ നല്ല പന്നികളെ തന്നെയാണ് നമ്മൾ ബ്രീഡ്. നമുക്ക് ഇത്രയും ഡിമാൻഡ് ഉള്ളവർ നമുക്ക് പുറത്തേക്ക് കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിനോട് ഇല്ലായിരിക്കും. ഇല്ല, നമ്മൾ കൊടുക്കാതെ നമുക്ക് തന്നെ തികയാറില്ല. നമുക്ക് തന്നെ തികയാറില്ല. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പന്നി വളർത്തലിലെ രോഗങ്ങളാണ്. ഈ രോഗങ്ങളെക്കെതിരെ നിങ്ങൾ എന്തൊക്കെ മുൻകരുതൽ? രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ സാധാരണഗതിയിൽ ഇപ്പം പന്നികൾക്ക് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് പ്രോബ്ലം അല്ല. നമ്മുടെ പ്രശ്നം വരുന്നത് സ്വൈൻ ഫീവർ ആണ്. നമ്മുടെ ഏറ്റവും സ്വൈൻ ഫീവർ നമ്മൾ വാക്സിനുള്ള സ്വൈൻ ഫീവർ ഉണ്ട്, ആഫ്രിക്കൻ ഫീവർ. അപ്പൊ നമുക്കിപ്പോ ഉണ്ടായത് സ്വൈൻ ഫീവർ നമ്മൾ ഓൾറെഡി വാക്സിൻ കൊടുത്തിരുന്ന എന്നിട്ടും ഉണ്ടായി. അപ്പം അത് സ്വൈൻ ഫീവർ സാധാ സ്വൈൻ ഫീവർ അല്ലായിരുന്നു, ആഫ്രിക്കൻ സ്വൈൻ ഫീവർ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഫാം ഒരു പന്നി പോലും ഇല്ലാതെ. അല്ല, അങ്ങനെ ഒരു സെറ്റ് ബാക്ക് വന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ മുൻകരുതൽ എടുക്കുന്നത്? അതൊന്നും ചെയ്യാം. അഡീഷണൽ മുൻകരുതൽ നമ്മൾ ആൾക്കാരെ പ്രവേശിപ്പിക്കാതിരിക്കുക. പുറത്തുനിന്ന് ഈ പന്നിയെ എടുക്കാൻ വരുന്ന ആൾക്കാരെ നമ്മുടെ ഫാമിലേക്ക് കയറ്റാതിരിക്കുക. നമ്മളും നമ്മുടെ സ്റ്റാഫും നമ്മുടെ തൊഴിലാളികളും അല്ലാണ്ട് വേറെ ആരെയും നമ്മുടെ ഫാമിലേക്ക് ഇപ്പം കയറ്റിയല്ല. എന്റെ സ്വന്തം അപ്പം വന്നാൽ പോലും നമ്മൾ അവിടെ നിർത്തി അവര് കാല് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ, അങ്ങനെ വളരെ അടുപ്പമുള്ള ആൾക്കാരെ പോലും നമ്മൾ കയറ്റുള്ളൂ. കാരണം ഇത് എവിടുന്ന ഈ സാധനം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ആരിൽ നിന്നാ വരുന്നത്? ഇവിടെ നേരത്തെ നമുക്ക് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു, പിന്നെ സ്റ്റുഡൻസ് ഒക്കെ. അപ്പൊ അവരെയൊക്കെ നമ്മള് പിന്നെ നിർത്തി. കാരണം വെച്ചാൽ അവരും പല സ്ഥലങ്ങളിൽ പോയിട്ടായിരിക്കും വരുന്നത്. അവിടെ നിന്നായിരിക്കും നമുക്ക് രോഗം വന്നത്. നമുക്കൊരു രോഗം വന്നാൽ പിന്നെ നമ്മുടെ ഒരു 3-4 വർഷമാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ പിന്നെ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഇതായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വീണ്ടും ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകാം. അവർ നമ്മളെ കഴിയുന്നതും പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരാതിരിക്കാം. പിന്നെ എല്ലാ ദിവസവും ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇങ്ങനെയുള്ള പല പല സാധനങ്ങളിട്ട് നമ്മൾ എന്നാ ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക. അതാണ് സാധാരണ നമ്മൾ ചെയ്യാല്ലേ. ഏറ്റവും പ്രധാനം ഇവിടെ പുറത്തുനിന്ന് ഒരാൾ വന്നില്ലെങ്കിൽ ഇവിടെ ഒരു രോഗം ഉണ്ടായി. ഈ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴാണ് രോഗം. അതുകൊണ്ട് ഇപ്പൊ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശനമില്ല. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ മരുന്നൊക്കെ മരുന്നുകൾ സാധാരണ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. നമ്മൾ തന്നെ മാനേജ് ചെയ്യും. അതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഡോക്ടർമാർ വരുന്നു. ഇപ്പൊ നമുക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറിന്റെ ആവശ്യമില്ല. നമുക്കറിയാം എന്തൊക്കെയാണ് രോഗങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. നമ്മളിപ്പം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഈ സ്വൈൻ ഫീവർ പോലുള്ള മാരകമായിട്ടുള്ള പ്രശ്നമുള്ളൂ. ഈ ഇതിന് വിൽപ്പന വിൽപ്പന നമ്മളിവിടെ ഗോവയില് മീറ്റിന് ഡിമാൻഡ്. നമ്മള് മാസത്തിൽ ഏകദേശം ഒരു 30 തൊട്ട് 40 പന്നി വരെ നമ്മൾ കയറ്റി വിടും. നമുക്കിവിടെ ലോറി വരും, ലോറിയെ കയറ്റി വിടും. നമുക്ക് കിലോയ്ക്ക് ഏകദേശം ഒരു 210 രൂപ വെച്ച്. ഈ 210 രൂപ ഇപ്പോഴത്തെ വില നേരത്തെ അല്ല, നേരത്തെ നമുക്ക് 100 രൂപ വില ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ 100 രൂപ വില ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം സ്വൈൻ ഫീവർ വന്ന് എല്ലായിടത്തെയും പന്നി എല്ലാം ഇല്ലാതായതിനു ശേഷം പന്നിക്ക് ഭയങ്കര ഡിമാൻഡായി. ഇപ്പൊ നിലവിൽ 210 രൂപ വിലയുണ്ട്. ഒരു ഇൻകം സോഴ്സ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സംരംഭം എക്കണോമിക് സൈഡ് നോക്കുകയാണെങ്കിൽ പന്നി വളർത്തലിന് മൊത്തം കാണുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മുടെ എന്ന് പറഞ്ഞാല് പന്നി വളർത്തുന്നത് മാത്രം പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ഹോട്ടൽ വേസ്റ്റിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറയാം. പന്നി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ്. നമ്മൾ ഹോട്ടൽ വേസ്റ്റ് കൊണ്ടുവരുന്നു, ആ ഹോട്ടൽ വേസ്റ്റ് നമ്മൾ പന്നിക്ക് കൊടുക്കുന്നു. പന്നിയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് പന്നി കാഷ്ടം നമ്മൾ കുളത്തിൽ കലക്കുന്നു. ആ കുളത്തിൽ കലക്കുന്ന ആൽഗെ ഡെവലപ്പ് ആവുന്നു. ആ ആൽഗെ തിലോപ്പിയ കഴിക്കുന്നു. അത് കൂടുതൽ നമ്മുടെ ഹോട്ടൽ വേസ്റ്റിന്റെ കുറച്ച് നല്ല അരി ചോറ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കുളത്തിലിടും. ആ ആൽഗെ ആ തിലോപ്പിയ കഴിച്ച് അത് കളാഞ്ചി ആവുന്നു. ആ കൂടുതൽ കട്ട്ല രൂപം അതിൻ്റെ അകത്ത് വളരുന്നു. ആ വേസ്റ്റ് ഇവിടെ ഡ്രെയിനിലേക്ക് വരുന്നു. അതിന്റെ വെള്ളം എല്ലാം കൂടെ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളം ഡ്രെയിനിൽ വരുന്നു. അവിടെ ബാസ എന്ന് പറയുന്ന മീൻ ഇടുന്നു.
ആ അവിടുന്ന് വേസ്റ്റ് സ്പ്രിംഗ്ലർ അടിച്ച് പൈനാപ്പിള്, പപ്പായ പോലുള്ള ബാക്കി കൃഷികൾ ചെയ്യുന്നു. അതുപോലെ കോഴി, പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് മൂരിയാണ്. മൂരി, പോത്ത്, ഇങ്ങനെയുള്ള. അതായത് ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ ഫുഡ് വേസ്റ്റ് കൂടാതെ കോളിഫ്ലവർ, ക്യാബേജ്, ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ വരും. അതെല്ലാം നമ്മൾ മൂരിക്കും പശുവിനും പോത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഈ 13 പ്രോഡക്റ്റ് നമ്മുടെ ഫാമിൽ ഉണ്ടാകുന്നുണ്ട്. ഈ 13 പ്രോഡക്റ്റ്, പിന്നെ ബയോഗ്യാസ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മള്, പിന്നെ സ്ലറി ഉണ്ട്. ഈ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ 13 പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാകുന്ന ഹോട്ടൽ വേസ്റ്റിൽ നിന്ന്. നമ്മുടെ ഈ ഫാമിൽ 1 രൂപ പോലും നമ്മള് ഫുഡിന് വേണ്ടിയിട്ട് ഈ ഇത്രയും സാധനം 1 രൂപ ഫുഡ് കോസ്റ്റ് സീറോ ആണ്. 1 രൂപ പോലും നമ്മൾ ഫുഡിനായിട്ട് ഈ പശുവിനായ, എരുമയ്ക്കായാലും മീറ്റ് പ്രോഡക്റ്റ്, മീറ്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കോളിഫ്ലവറും ഫ്രൂട്ട്സും ഇങ്ങനെയുള്ള, പിന്നെ ഇവിടെ പുല്ല് കൃഷിയുണ്ട്, നമുക്ക് പുല്ലുണ്ട്, ആ പുല്ല് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഈ 13 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പന്നി വളർന്നു വരും, നമുക്ക് അതിന്റെ ലേബർ ചാർജ് മാത്രമാണ് അതിന്റെ കോസ്റ്റ്. ലേബർ ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഫാമിലിക്കായിട്ട് ഏകദേശം 4 പേര് നമുക്ക് ലേബർ ആയിട്ടുണ്ട്, ഒരു 2 ഡ്രൈവർമാരും ഉണ്ട്. അല്ല, അപ്പൊ ഒരു പന്നിയെ നമുക്ക് നഷ്ടം വരാതിരിക്കണമെങ്കിൽ മിനിമം എന്നാ വില കിട്ടണം? നഷ്ടം വരാതെ വിൽക്കണമെങ്കിൽ ഒരു 80 രൂപ കിട്ടിയാലും നമുക്ക് നമ്മുടെ അവസ്ഥയിൽ നമുക്ക് ലാഭം. എന്റെ അവസ്ഥയിൽ 80 രൂപ കിട്ടിയാലും എനിക്ക് ലാഭകരമാണ്. ഇപ്പോഴത്തെ 210 രൂപ എന്ന് പറയുന്നത് നല്ല വിലയാണ്. 80-നും 100-നും ഇടയ്ക്ക് ഒരു വില കിട്ടിയാൽ ഇത് നല്ല ലാഭകരമാണ്. കോസ്റ്റ് ഒന്നുമില്ല. കൃഷിയിലൂടെ വളരാൻ ആഗ്രഹിക്കും, ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഇൻകത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു മാർഗമാണ് പന്നി വളർത്തുന്നത്. വളരെ പെട്ടെന്ന് എത്താവുന്ന, പിന്നെ ഇതിന്റെ അത് ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങൾ വരും. എന്തൊക്കെയാണ് ഒരു പന്നി വളർത്തലേക്ക് വരുമ്പോ ഒരാൾ ഫേസ് ചെയ്യാവുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കാം? ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മണമാണ്. അത് മണം വരാതിരിക്കാനുള്ള സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു മണവും വരികയില്ല. ഇല്ലെങ്കിൽ നമ്മുടെ അയലോക്കക്കാർക്ക് പ്രശ്നമുണ്ടാവും, അയലോക്കക്കാരുടെ വീടുകളിൽ മണമാവും. അത് മാനേജ് ചെയ്യാന്നുള്ളതാണ് മെയിൻ. അതിനിപ്പോ നമുക്ക് ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ട്, കമ്പോസ്റ്റിംഗ് ഉണ്ട്. ഇതൊക്കെ ചെയ്തൊരു നല്ലൊരു ഐഡിയൽ യൂണിറ്റ്, ഒരു 50 പന്നി അല്ലെങ്കിൽ 100 പന്നിയുടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുമായിരിക്കും? ഒരു 100, ഈ നേരത്തെ പന്നിക്കുഞ്ഞുങ്ങൾക്ക് 4000 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഞാനൊരു 100 പന്നിയെ ഒരുമിച്ച് തുടങ്ങാൻ ഞാൻ അഡ്വൈസ് ചെയ്യല. ഒരു ചെറിയ കൂടുണ്ടാക്കുക, ഒരു 4-5 പന്നിയെ വാങ്ങിക്കുക. ഈ 5 പന്നിയെ വാങ്ങിച്ചതിന് ശേഷം ഒരു കൊല്ലം കൊണ്ട് ആ 5 പന്നി 50 ആകാനും, ഒരു 2 കൊല്ലം കൊണ്ട് 50 പന്നി 500 ആകാനും അധികം നേരം വേണ്ട. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ 5 പന്നിയെ തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ആരിൽ നിന്ന് എന്തൊക്കെ പഠിച്ചാലും അവനവൻ പഠിക്കുന്ന പോലെ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 5 പന്നി ഉണ്ടായിരുന്നു, 5 പന്നിയിൽ നിന്ന് നമ്മൾ തുടങ്ങി. അന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇത്ര വിപുലമായിട്ട്? അന്ന് ശരിക്കും പന്നി ഫാം അല്ലായിരുന്നു ഉദ്ദേശം. നമ്മൾ ആദ്യം ഇവിടെ തുടങ്ങിയത് ചെമ്മീൻ കൃഷിയായിരുന്നു. ചെമ്മീൻ കൃഷി ഇവിടുത്തെ ഗോവയുടെ ക്ലൈമറ്റിന്റെ പല കാരണങ്ങൾ കൊണ്ട് ചെമ്മീൻ കൃഷി ലാഭകരമല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ സീബാസ് കൃഷി ഉണ്ടായിരുന്നു. സീബാസ് കൃഷി അപ്പം 5 പന്നിയില് തുടങ്ങിയ ആ കൂട്ടത്തിൽ ഒരു 5 പന്നി 5 പന്നി കിട്ടുന്നുള്ളതേ ഉള്ളൂ അന്ന്. അതായത് ചെമ്മീൻ കൃഷിയുടെ കൂട്ടത്തിൽ ചുമ്മാ ഒരു സൈഡിലായിട്ട് പന്നി കൃഷി തുടങ്ങി. പിന്നീട് അത് നോക്കിയപ്പോൾ ലാഭകരമായി, അത് പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഗുണം വെച്ചാൽ നമ്മള് ഇതിന്റെ രോഗങ്ങള്, ഇതിന്റെ ഭക്ഷണ രീതികള് തുടക്കത്തിൽ നമ്മള് ഹോട്ടൽ വേസ്റ്റ് തന്നെ കൊടുത്തിരുന്നത്. നമ്മൾ ഹോട്ടൽ വേസ്റ്റ് ആയിരുന്നു തുടക്കുന്നുള്ളത്. കോട്ടയത്ത് പൂഞ്ഞാറിലാണ് മാത്തച്ഛന്റെ വീട്. പൂഞ്ഞാറിലുണ്ടായിരുന്ന മാത്തച്ഛൻ എങ്ങനെയാണ് ഗോവയിലെത്തിയത്? ഗോവയിലെത്തിയത് ഞാനൊരു 2002-ലാണ് ഗോവയിലെത്തുന്നത്. അപ്പം എന്റെ 1-2 സുഹൃത്തുക്കളും പാർട്ട്ണർമാരായിട്ടുള്ള ആൾക്കാരായിട്ട് ഞങ്ങള് ഈട്ടിത്തടി കച്ചവടം, ഇവിടെ മഹാരാഷ്ട്ര ഗോവ ബോർഡറിൽ ഈട്ടിത്തടി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങള് ഗോവയിലേക്ക് ആദ്യം വരുന്നത്. പിന്നെ അനുബന്ധമായിട്ട് സ്ഥലം, റബ്ബർ കൃഷിക്ക് വേണ്ടുന്ന സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ആയിട്ട്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഇവിടെ ഒരു 5-10 വർഷം അങ്ങനെയായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഒരു 8 വർഷമേ ആയുള്ളൂ ഈ ഫാമിംഗ് ഇതിലേക്ക് മാറിയിട്ട്. ഇപ്പൊ പൂർണ്ണമായിട്ട് ഗോവയിൽ സെറ്റിൽഡ് ആയി. ഇപ്പം പൂർണ്ണമായിട്ട് ഗോവയിൽ സെറ്റിൽ എന്ന് വേണേൽ പറയാം. അതിന് ഗോവയിലേക്ക് സെറ്റിൽ ആകാൻ ഒരു കാരണം, വേറെ ഒരു കാരണം കാണുമായിരിക്കുമല്ലോ. കാരണം എന്ന് വെച്ചാൽ എന്റെ ഭാര്യ ഇവിടെ പറയട്ടെ, എങ്ങനെ ഈ മനുഷ്യൻ കൂട്ടത്തിൽ കൂടിയെന്ന് പറയട്ടെ. അപ്പം ഞങ്ങളുടെ ലേബറായിട്ട് വന്നയാളാ. അങ്ങനെ ഞങ്ങള് കണ്ടു ഇഷ്ടത്തിലായി വിവാഹം കഴിച്ചു. പിന്നെ ഇവിടെ ആയിപ്പോയി. എന്റെ അപ്പനും അമ്മയൊക്കെ നാട്ടിലാണ്. അല്ല, ഇപ്പൊ അതിന് സജീവമായിട്ട് ഫാമിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. അനിതയാണ് ഇതിന്റെ ഓണർ. ഇതിന്റെ
കാര്യങ്ങൾ അതിന് മതം സംസാരിച്ചെങ്കിലും ഫാം നടത്തിപ്പം മാനേജ്മെന്റും എല്ലാം അല്ല ഇതിനൊരു ദേശീയ അംഗീകാരമൊക്കെ കിട്ടിയില്ല അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ അവാർഡ് കിട്ടിയത് മെയിൻ ആയിട്ട് സ്റ്റേറ്റ് അവാർഡ് കൃഷി വിഭൂഷൺ സ്റ്റേറ്റിന്റെ ഗോവ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അവാർഡ് അത് ഏത് വർഷം കിട്ടി? അത് 2022 2022 സ്റ്റേറ്റ് അവാർഡ് കൃഷി വിഭൂഷൺ കിട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് നാഷണൽ അവാർഡ് ICARന്റെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വാങ്ങിയിട്ടില്ല. വാങ്ങിയിട്ടില്ല, ഇലക്ഷൻ കാരണം പോയി. അത് കഴിയുമ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. നിതുമോള് ഫാമിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഇവിടെ വന്നാല് സാറിന് എന്തൊക്കെയാ ചെയ്യാ? ഇവിടെ എല്ലാം ചെയ്യാറുണ്ട്. പശുക്കൊക്കെ തീറ്റ കൊടുക്കും, അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. കോഴീനെ അയച്ചു വിടും, അതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇവിടെ. ശരി. അപ്പൊ കൃഷിക്കാരിയായിട്ട് ജീവിക്കാൻ ഇഷ്ടമാണ് നമുക്ക്? ഓക്കെ, വെരി ഗുഡ്. അവളുടെ സ്കൂളിൽ ടീച്ചർ ചോദിച്ചപ്പോ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി ഫാമർ ആവണം. അവള് മാത്രമേ ടീച്ചർ അത്ര പ്ലീസിങ് അല്ലായിരുന്നു. ശരി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ക്ലാര സ്കൂൾ. ഇവിടെ അടുത്ത് തന്നെയാണ്. അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. ഇല്ല, അറിയില്ല. അപ്പൊ അറിയത്തില്ലാത്ത ഒരു സ്വാഭാവികമായിട്ടും പറയും. അപ്പൊ വളർത്തുന്നവരെ മാത്രം ഇത്രയും ഇതൊക്കെ കാണാം, നേച്ചറുമായിട്ട് അവർക്കും നല്ലൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം ഈ ഫാമിൽ വരാന്നുള്ളത്. കാരണം TV വേണ്ട, അങ്ങനെ ഒന്നും വേണ്ട. അവർക്ക് രാവിലെ എങ്ങനെയെങ്കിലും ഫാമിൽ എത്തിയാൽ മതി. എന്നിട്ട് ഫുൾ ടൈം അവള് പശുവിന്റെയും കോഴിയുടെയും പന്നി കൂട്ടിലും ഒക്കെ ആയിട്ട് അവള് സ്പെൻഡ് ചെയ്യാം. കുട്ടികളുടെ ഡെവലപ്മെന്റിന് നല്ലൊരു പ്രധാന ഫാക്ടറല്ലേ അത്? പറയുന്ന അനുഭവമാണ്, സൈക്കോളജി പഠിച്ച ആളാണ് പറയുന്നതിനകത്തൊരു വാല്യൂ ഉണ്ട്. ഈ സ്ഥലം നമ്മൾ എന്നാണ് ഇത് നമ്മളൊരു വാങ്ങിയത്? 7 വർഷമായി സ്ഥലം നമ്മൾ എടുത്തിട്ട്. ചെമ്മീൻ കൃഷിക്ക് വേണ്ടി വാങ്ങിയത്? നമ്മൾ ചെമ്മീൻ കൃഷിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്. ഈ സ്ഥലത്ത് നേരത്തെ എന്തെങ്കിലും ഫാം ആയിരുന്നു? എങ്ങനെയാണ് നമ്മുടെ കാടായിട്ട് കിടന്ന സ്ഥലമാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി കാടായിട്ട് കിടന്ന സ്ഥലമാണ്. നമ്മളത് വെട്ടിത്തെളിച്ച് ക്ലീൻ ചെയ്ത കുളം, ചെമ്മീൻ കൃഷിക്ക് വേണ്ടി കുളങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താ. നമ്മൾ ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ചെമ്മീൻ കൃഷി ചെയ്ത് വലിയ ലോസ് ആയിരുന്നു. ഇവിടെ നല്ല വിലക്ക് കിട്ടി. ഇവിടെ ഈ സ്ഥലത്തിനൊരു നല്ല വിലയുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് നടന്ന മാസത്തിന്റെ കൃഷിക്കാരനായത് ശരിക്കും ഈ ഫാം തുടങ്ങിയത് പറ്റിയാണ്. ഇത് തുടങ്ങിയിട്ട് 8 വർഷം. എങ്ങനെയാണ് ഈ സ്ഥലം നമ്മുടെ കൈ വന്നത്? ഈ സ്ഥലത്തെ കുറിച്ച് എനിക്ക് പലരും നമ്മളായിട്ട് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞ് ഈ സ്ഥലത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നു. നമുക്ക് ചെമ്മീൻ കൃഷിക്കും ബാക്കി നമ്മുടെ വീട്ടിൽ നിന്ന് വന്നു പോകാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷെ ഈ സ്ഥലം വിൽക്കാൻ ഇവിടെ കൊടുക്കാൻ കുറെ കാലമായി. പക്ഷെ ആരും ഈ സ്ഥലം എടുക്കത്തില്ലായിരുന്നു. എടുക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ നാട്ടില് നമ്മളിപ്പം ശബരിമല നമ്മുടെ ചില വിശ്വാസങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ വിശ്വാസമുള്ളവർക്ക് അതുപോലത്തെ ഇവിടുത്തെ ഒരു വിശ്വാസമാണ് ഇവിടുത്തെ ഗഡ എന്ന് പറയുന്ന ഒരു ഉത്സവമാണ്. ഈ ഗഡ എന്ന് പറയുന്ന ആൾക്ക് തലയില്ല, കാലില്ല, അങ്ങനെ ഒരാളാണ്. എല്ലാ വർഷവും ഉള്ള ഉത്സവമാണ്. ഈ ഗഡേനെ കുടിയിരുത്തിയിരിക്കുന്നത് ഈ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ആരും ഇങ്ങോട്ട് രാത്രികാലങ്ങളായി കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി പേടിയാ. അതുകൊണ്ട് ആരും എടുത്തില്ല, ഈ സ്ഥലം ആരും എടുക്കത്തുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സ്ഥലത്തെ കുറിച്ച് ഞാൻ അറിയുന്നതും. എന്നാൽ നമുക്ക് അനുയോജ്യമായ സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മള് ഈ സ്ഥലം നമ്മൾ എടുക്കുന്നു. അങ്ങനെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ എടുക്കുമ്പോ എന്ന് വെച്ചാൽ ഇവിടെ മരങ്ങളായിരുന്നു, മരങ്ങളിലെല്ലാം ആണിയും ബാക്കി കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നു. അപ്പം ഇവിടെ അതിന് മുമ്പ് ചെയ്തിരുന്ന ആൾക്കാര് ഇവിടെ ഫെനി, ഇവിടുത്തെ ഒരു വ്യവസായം പോലുള്ള ഫെനി വാറ്റും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വെള്ളമായി മാറും. അല്ലെങ്കിൽ എന്നാ പറയുന്നത്, അവരുടെ ബന്ധുക്കൾക്ക് ദുർമരണം ഉണ്ടാകുന്നു, അല്ലെ കുഞ്ഞുങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നു. അങ്ങനെ ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അതൊരു ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആരും ഈ സ്ഥലം എടുക്കാൻ തയ്യാറായില്ല. അപ്പൊ ഞാൻ ഈ സ്ഥലം എടുത്തപ്പോഴും നമുക്കറിയാവുന്ന ഒത്തിരി പേര് പറഞ്ഞു ഒരു കാരണവശാലും ആ സ്ഥലം പോയി എടുക്കരുത്, നിരുത്സാഹപ്പെടുത്തി. എങ്കിലും ധൈര്യത്തിൽ നമ്മളത് എടുത്തെങ്കിലും ആദ്യം ഉണ്ടായ അനുഭവം നാട്ടുകാർ പറഞ്ഞത് ശരിവെക്കുന്നതായിരുന്നു. തിരിച്ചടികൾ. ആദ്യം ചെമ്മീൻ കൃഷി ചെയ്തു, ഹെവി ലോസ് ഉണ്ടായി. അത് കഴിഞ്ഞ് കാളാഞ്ചി കൃഷി ചെയ്തു. ആ കാളാഞ്ചി കൃഷി ഹെവി ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ വീണ്ടും കാളാഞ്ചി കൃഷി വേറെ രീതിയിൽ ചെയ്ത് പന്നി ഫാം ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ ഫാം ഒരു സക്സസ് ആയി ദേശീയ അവാർഡ് വരെ കിട്ടിയതാ. അപ്പൊ നമ്മള് ആദ്യം ചെമ്മീൻ കൃഷി ചെയ്തു, അത് സക്സസ് ആയപ്പം വേണമെങ്കിൽ നമുക്ക് വിചാരിക്കായിരുന്നു പ്രശ്നമാണ് എന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ ചെമ്മീൻ ചത്തതിന്റെ കാരണം
ഇതിന്റെ ക്ലൈമാറ്റിക്കൽ കണ്ടീഷൻസും രോഗങ്ങളും ഉണ്ടായതാണെന്നുള്ളതാണ് ശാസ്ത്രീയമായ വശം. നമ്മൾ ആ ശാസ്ത്രീയമായ വശം നോക്കിയാണ് നമ്മൾ ചെയ്തത്. രണ്ടാമത് ചെയ്തപ്പോ കാളാഞ്ചി പെല്ലറ്റ് തിന്ന് വളരുന്ന ഒരു മീനല്ല, അത് ലൈഫ് ഫീഡ് വേണ്ട ഒരു മീനാണ്. അങ്ങനെ ലൈഫ് ഫീഡ് കിട്ടാത്തതുകൊണ്ടാണ് അത് സക്സസ് ആകാതെ പോയത്. അങ്ങനെ 2 തവണ നഷ്ടപ്പെട്ട, അതായത് നമ്മൾ വളരെ നഷ്ടം വന്നതിന് ശേഷമാണ് 4ാമത്തെ തവണകളിലാണ് നമ്മൾ ഫാം ഒരു ഫുൾ സിംഗിൾ ആവുന്നതും അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ് അവാർഡും ദേശീയ അവാർഡുകളും എല്ലാം കിട്ടുന്നത്. അങ്ങനെ ഇപ്പൊ ഈ ഫാമിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് മൊത്തം നടന്നിട്ടുണ്ടാവും? ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആദ്യ സമയങ്ങളിൽ നമുക്ക് ഏകദേശം ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് കൊടുത്തത് നമുക്ക് ആ രീതിയിലുള്ള റിട്ടേൺ വന്നു തുടങ്ങിയോ? അന്ന് ചെയ്ത ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് ആ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ ഇപ്പൊ ചെയ്യുന്നതിന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ഒന്നും ഇല്ല. ആ ചെയ്ത ഇൻവെസ്റ്റ്മെന്റുകളിൽ ഉള്ള ബേസിലാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒരു അസറ്റ് ക്രിയേഷൻ അല്ലേ, അതവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പോ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പുതിയൊരു ഫാം തുടങ്ങുന്നതെങ്കിൽ വേണ്ടി വരില്ല, നമുക്ക് അത്ര ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ ഫാം തുടങ്ങണമെങ്കിൽ എനിക്കൊന്ന് ഇപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഒരു ഫാം തുടങ്ങി ഒരു 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള ഇത് ആക്കിയില്ല. അതെ അതെ, ലാൻഡ് കോസ്റ്റ് മാറ്റി നിർത്തിയാൽ 25 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ 25 ലക്ഷം രൂപ ഞാൻ പറഞ്ഞ ഈ ഒരു ദിവസം 500 പന്നിയെ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 1.5 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു 10-25 ലക്ഷം രൂപ നമുക്ക് മതി. അങ്ങനെ 25 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു പന്നി വളർത്ത് തുടങ്ങിയാല് ഒരു 2 വർഷം കഴിഞ്ഞാല് നമ്മളൊരു പന്നി വളർത്ത് മാത്രമല്ല ഇത്, കോഴി, അങ്ങനെ ചെയ്യുമ്പോൾ 4-5 ടൈപ്പ് മീന്, നമ്മളൊരു 13 പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ. നമുക്കുണ്ട്. ഞാൻ ചോദിച്ചത് പന്നി വളർത്തല് വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ റീസൈക്ലിംഗ് ഒക്കെ വന്നാൽ തന്നെ അത് നമ്മളിപ്പോ ചെയ്യുന്ന അതേ ആശയം തന്നെ ചെറിയൊരു യൂണിറ്റ് ഒരു 100 പന്നിക്ക് നമുക്ക് 100 പന്നിയുടെ യൂണിറ്റ് തുടങ്ങിയ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് വരുമാനം പ്രതീക്ഷ? 100 പന്നിയാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമുക്കൊരു തുടക്കത്തിലല്ല, നമ്മൾ 100 പന്നിയിലേക്ക് എത്തുവാണ് 2 വർഷം കൊണ്ട്. അതായത് 100 പന്നിയിലേക്ക് നമ്മൾ എത്തുവാണെങ്കിൽ നമുക്ക് ഒരു മാസം നമുക്കൊരു ആവറേജ് ഒരു 15 പന്നി വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 15 പന്നി വെച്ച് ഇന്നത്തെ വില വെച്ച് ഒരു 100 കിലോ സൈസ് കൂട്ടുക, 1500 കിലോ. 1500 കിലോ ഇൻറ്റു 20 രൂപ, അതായത് ഒരു 3 ലക്ഷം രൂപ നമുക്കൊരു മാസം ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. അപ്പൊ 3 ലക്ഷം രൂപയ്ക്ക് 100 പന്നി മതി. അപ്പം വരുമാനം കുറച്ച് മതിയെങ്കിൽ അതുപോലെ വേണ്ട. നമുക്കൊരു 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഒരു 100 പന്നി ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ. പക്ഷേ മാർജിനോട് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് നെയ്ബേഴ്സ് കുറവാണ്. 100 പന്നി വളർത്തണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ ഏരിയ വേണ്ടി വരുമായിരിക്കും അല്ലേ? കൂടുതൽ ഏരിയ എന്ന് പറഞ്ഞാല് പൊതുവെ ഞാൻ പറയുന്ന നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തില് കഴിയുന്നതും നെയ്ബേഴ്സ് ഇല്ലാത്ത ഏരിയയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ സാമൂഹികമായിട്ടുള്ള എല്ലാം വെച്ച് നമ്മള് കുറച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ആളില്ലാത്ത ഏരിയ നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഈ ഫാമിന്റെ ഏറ്റവും വലിയ സവിശേഷത റീസൈക്ലിംഗ് ആണ്. ഇവിടെ വരുന്ന ഒന്നും വേസ്റ്റ് ആകുന്നില്ല, അത് വേറൊരു ഉൽപ്പന്നമായി മാറുന്നു. ഇപ്പൊ പന്നിക്കൂടുതലുള്ള വേസ്റ്റ് നമ്മൾ പറഞ്ഞ് മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നു. ആ മത്സ്യകൃഷിക്ക് അകത്ത് തന്നെ നമ്മളിപ്പോൾ കണ്ടൊരു പ്രത്യേകത, കാളാഞ്ചി പോലൊരു മത്സ്യത്തെ ലൈവ് ഫീഡ് കൊടുത്ത് വളർത്തുന്നത്, അതിനായിട്ട് തിലാപ്പിയ ഉപയോഗിക്കുന്നു. ആ മെത്തേഡ് ഒന്ന് വിശദമായിട്ട് പറയാമോ? നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാല് നമുക്ക് ഈ പന്നിയുടെ വേസ്റ്റിന്റെ ഒരു വളരെ ഈ നമുക്കുണ്ടാകുന്ന പന്നിക്കാഷ്ടം മുഴുവൻ കുളത്തിൽ കൊണ്ടിടുവല്ല നമ്മൾ ചെയ്യുന്നത്. വളരെ ചെറിയ ഒരു ഇത് മാത്രം നമ്മൾ കലക്കി കുളത്തിൽ കലക്കുന്നു. അത് ആൽഗെ ഡെവലപ്പ് ആവും. ഈ ആൽഗെ ഡെവലപ്പ് ആകുമ്പോൾ ഈ ആൽഗെ കുറെ പരിധി വരെ തിലോപ്പിയ ഭക്ഷണം, പിന്നെ കട്ല, രോഹു എല്ലാം അത് കഴിക്കും. അത് കൂടാതെ നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് വരുന്ന നല്ല വേസ്റ്റുകളുണ്ട്, അതായത് ചോറ്, ഇങ്ങനെയുള്ള നല്ല നല്ല വേസ്റ്റുകളുണ്ട്. ഈ മറ്റ് ഇതുമായിട്ട് മസാലകളൊന്നും ആകാത്ത ചോറ് പോലുള്ള ആ വേസ്റ്റുകൾ നമ്മൾ ഈ കുളത്തിലേക്ക് ഇടും. അപ്പം അത് നിന്ന് തിലോപ്പിയ വളരുന്നു, ആ തിലോപ്പിയ ബ്രീഡ് ചെയ്യുന്നു. ആ തിലോപ്പിയുടെ കുഞ്ഞുങ്ങളെയാണ് ഈ കാളാഞ്ചി കഴിക്കുന്നത്. അപ്പൊ നമ്മളൊരു തിലോപ്പിയ ഇട്ട് ഒരു 5 മാസം സമയം കൊടുക്കും ഒരു കുളത്തിലേക്ക്. ഈ 5 മാസം സമയത്തിന് ശേഷമാണ് നമ്മൾ കാളാഞ്ചി കുഞ്ഞുങ്ങളെ കൊണ്ടിടുന്നത്. അതും ഒരു കുളത്തിലേക്ക് ഇത്ര തിലോപ്പിയക്ക് ഇത്ര കാളാഞ്ചി എന്നൊരു കണക്കുണ്ട്, നമുക്കൊരു കണക്കുണ്ട്. എന്നുവെച്ചാൽ തിലോപ്പിയെ കാളാഞ്ചി തിന്നാണ് വളരുന്നത്. അപ്പം തിലോപ്പിയെ ഉള്ളതിനേക്കാൾ കൂടെ എണ്ണം കാളാഞ്ചി ആയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ആകില്ല. അതായത് ഇപ്പൊ ഒരു 1000 തിലോപ്പിയ ഉണ്ടെങ്കിലേ നമ്മളൊരു 100 കാളാഞ്ചി അതിൻ്റെ അകത്ത് ഇടാൻ പാടുള്ളൂ. ഈ 1000 തിലോപ്പിയ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ അതിന് ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ. ആ കുഞ്ഞുങ്ങളെയാണ്
ഇത് കാളാഞ്ചി ഭക്ഷിക്കുന്നത്. കാളാഞ്ചി ഭക്ഷിക്കുന്നത്. അപ്പം അതിന് പ്രൊപ്പോർഷനായിട്ട് ഒരു കണക്ക് വേണം. അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്ന് വെച്ചാൽ ഈ കാളാഞ്ചി തന്നെ കഴിക്കും. സഫീഷ്യന്റ് ആയിട്ട് ആദ്യത്തെ കൃഷിയിൽ അങ്ങനെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. ഇത് നമുക്ക് നമ്മളിപ്പോ ഒരു 5000-3000 കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടിട്ടു. 3000 കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോഴത്തേനും അതിന്റെ താപ്പാടെ 50 കുഞ്ഞും 100 കുഞ്ഞേ ഉള്ളൂ. അതായത് ഇതിന് തിന്നാനുള്ള അത്ര ഫീഡ് അതിന്റെ അകത്ത് ഇല്ല. അപ്പൊ തിലോപ്പിയ സഫീഷ്യന്റ് ആയിട്ട് അതിന്റെ അകത്ത് കുളത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മള് കാളാഞ്ചിയെ ഇടാവുള്ളൂ. അപ്പൊ അതിന്റെ മിനിമം എണ്ണ നമുക്ക് കാണാം. നമുക്ക് ഓളിയും കൂടുതൽ ഇടാൻ പറ്റത്തില്ല. നമുക്ക് 1000 ഇപ്പൊ നമ്മളൊരു 1/2 ഏക്കറാണ്. നമ്മൾ 1/2 ഏക്കറിലേക്ക് 1/2 ഏക്കറിലെ പോണ്ടാണ്. 1/2 ഏക്കറിന്റെ നമ്മളിപ്പോ 1/2 ഏക്കർ പോണ്ടില് എത്ര കാളാഞ്ചി ഇട്ടിട്ടുണ്ട്? നമ്മളൊരു 300-400 ഇടയ്ക്ക് അത്രേ കാളാഞ്ചി ഇട്ടിട്ടുള്ളൂ. വളരെ കുറഞ്ഞ്. നമ്മൾ 300 കാളാഞ്ചിക്ക് അതിന് മുമ്പ് എത്ര തിലോപ്പി ഇട്ട് വേണം? ലക്ഷക്കണക്കിന് തിലോപ്പിയാണ്. ശരി. ശരി, ആദ്യം ഇട്ടതൊരു 10,000 നമ്മൾ ഇട്ടുന്നത് നമ്മുടെ സ്വന്തം തിലോപ്പിയാണ്. അത് ബ്രീഡ് ചെയ്യും. ഒരു 5000-6000 അത് പെരുകി ലക്ഷക്കണക്കിന് 6000 എന്നുള്ള ഈ 6 മാസം കൊണ്ട് അത് ലക്ഷങ്ങളാവും. ഈ ലക്ഷങ്ങളാകുന്ന സമയത്തേ ഉള്ളൂ നമ്മള് കാളാഞ്ചി ഇടുന്നത്. അതുപോലെ കാളാഞ്ചി ഇടുമ്പോഴും നമ്മള് വളരെ ചെറിയ സൈസ് കാളാഞ്ചി ഇടിയല. അതായത് 1 ഇഞ്ച് 2 ഇഞ്ച് സൈസ് ഉണ്ട്. ആ സൈസ് നമ്മൾ മിനിമം ഒരു 5 ഇഞ്ച് സൈസ് ഉള്ള കാളാഞ്ചിയെ ഇടുള്ളൂ. കഴിഞ്ഞ നമ്മൾ ചെറിയ കാളാഞ്ചി ഇട്ടാൽ ഈ വലിയ തിലോപ്പികള് ഈ ഇടുന്ന സമയത്ത് കാളാഞ്ചി അറ്റാക്ക് ചെയ്യും. അപ്പോഴും എണ്ണം കുറയും. അപ്പൊ ഒരു 5 ഇഞ്ച് സൈസായ കാളാഞ്ചി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മള് ഇതിലേക്ക് കുളത്തിലേക്ക് ഇടുള്ളൂ. ഈ 5 ഇഞ്ച് കാളാഞ്ചി ഇട്ടാൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന എത്ര മാസം കഴിയുമ്പോ? 1 കൊല്ലം എടുക്കും. 1 കൊല്ലം കഴിയുമ്പോൾ ആവറേജ് എന്ത് തൂക്കം? ആവറേജ് ഒരു അത് കാളാഞ്ചിക്ക് സൈസ് വ്യത്യാസമുണ്ട്. ഒരു 1.5 കിലോ തൊട്ട് 5 കിലോ വരെ സൈസ് കാണും. ശരി. ചില കുഞ്ഞുങ്ങൾ 1/2 കിലോയുടെയും കാണും. അപ്പൊ ഒരു ആവറേജ് നമുക്ക് ഒരു 2.5 കിലോ സൈസ് കിട്ടും. അപ്പൊ ഒരു 500 കിലോ ടു 1000 കിലോ ഒരു ടൺ മിച്ചം കിട്ടും. ഒരു 400 നമ്മൾ ഏകദേശം 1 ടണ്ണോളം കിട്ടും. നമ്മൾ ശരി. ഒരു ആവറേജ് 2.5-3 കിലോ നമ്മൾ കൂട്ടിയാണ്. ചിലപ്പോൾ 5 കിലോ സൈസ് ഉള്ളത് 4 കിലോ സൈസ് ഉള്ളത് 5 കിലോ ഉണ്ട്. ഇങ്ങനെ ഒരു യൂണിറ്റ് ചെയ്ത് ഇപ്പം 1000 കിലോ ഒരു ടൺ കാളാഞ്ചി കിട്ടി. തിലോപ്പി അത് കിട്ടുമായിരിക്കും. തിലോപ്പിയ സത്യം പറഞ്ഞാൽ ഇവിടെ ഗോവയിലെ തിലോപ്പിക്ക് വലിയ ഡിമാൻഡ് ഇല്ല. വരുമാനമായിട്ട് വരുമാനമായിട്ട് നമ്മൾ കൂട്ടിയിട്ട് വീണ്ടും അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി അതുങ്ങളെ വീണ്ടും ശരിക്കും പിടിക്കുവാണെങ്കിൽ നമുക്ക് എത്ര കിലോ കിട്ടുമായിരിക്കും? 1000-1500 കിലോ തിലോപ്പിയ കാണും. അത് കൂടാതെ നമ്മുടെ അതിന് കൂടെ ഇട്ട മറ്റു മത്സ്യങ്ങൾ അത് നമുക്ക് ഒരു കുളത്തിൽ ഒരു 500 കിലോയ്ക്കുള്ളിൽ നമ്മൾ കാരണം വെച്ചാൽ നമ്മള് ആ ഡെൻസിറ്റി കൂട്ടിയിടുന്നില്ല. കാര്യം വെച്ചാൽ നമ്മൾ എയറേഷൻ കൊടുക്കുന്നില്ല. കറണ്ട് എയറേഷൻ കൊടുക്കുന്നില്ല. നാച്ചുറൽ ആയിട്ട് നമുക്ക് കനാലിൽ നിന്ന് വരുന്ന ഡാമിലെ വെള്ളമുണ്ട്. അത് ആ വെള്ളം റീസൈക്കിൾ ചെയ്ത് അതൊരു ക്രിട്ടിക്കൽ ഫാക്ടർ ആണല്ലോ. ഡാമിലെ വെള്ളം നമ്മൾ എല്ലാ ദിവസവും മാറി എല്ലാ ദിവസവും 24 മണിക്കൂറും വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം അത് കൃഷിക്ക് ഉപയോഗിക്കുന്നു. അത് കൃഷിക്ക് ഉപയോഗിക്കും. നമ്മുടെ പൈനാപ്പിളും പപ്പായ അത് ഈ മത്സ്യത്തിന് വേസ്റ്റുള്ള വളക്കൂറുള്ള വെള്ളമാണ്. ശരി. അപ്പൊ അതൊരു ക്രിട്ടിക്കൽ ഫാക്ടർ. അപ്പൊ നമ്മളിപ്പോ ഇതേ ഈ മാതൃക നമ്മളിപ്പോ കേരളത്തിലൊരാൾ അനുകരിക്കാൻ നോക്കിയാലുള്ള ഒരു പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. വെള്ളം എന്നും മാറണമെന്നുണ്ട്. അതോ ആഴ്ചകളൊന്നും നമ്മുടെ ഇവിടുത്തെ സാഹചര്യം എല്ലാ ദിവസവും പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ എയറേഷൻ കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് അത്രയും വെള്ളം ഉണ്ടെങ്കിലേ ഉള്ളൂ വെള്ളത്തിന്റെ ക്വാളിറ്റി നമുക്ക്. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് എയറേഷൻ നടത്തിയാൽ അന്നേരം കറണ്ട് നമ്മൾ പക്ഷെ ഇവിടെ സീറോ പുറത്തുനിന്ന് ഒരു ഇൻപുട്ട് പോലും വരുമോ എടുക്കുന്നില്ല. നമ്മൾ ഒരു സാധനം എടുക്കുന്നില്ല. ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് നമ്മൾ മുതൽ മുടക്കാതെ നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് നമുക്ക് ക്വാണ്ടിറ്റി കുറവാ. നമുക്ക് ഒരു കുളത്തിൽ നിന്ന് ഒരു ടണ്ണിൽ കൂടുതൽ നമ്മൾ കാളാഞ്ചി കിട്ടുന്നില്ല. ഒരു 500 കിലോയിൽ കൂടുതൽ നമ്മള് കട്ട്ല ലോങ് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് വോളിയം കൂടുതൽ കിട്ടുന്ന ബാസാമീനാണ്. അത് വേറെ സെപ്പറേറ്റ് അത് വേറെ സെപ്പറേറ്റ്. അത് 2 കുളത്തിലുണ്ടോ? അത് 2 കുളമുണ്ട്. അത് ഒരു കുളത്തിന്റെ ഏരിയ ആണോ? അത് ഒരു കുളം ഒരു 16 മീറ്റർ നീളം 16 മീറ്റർ വീതിയുള്ള കുളത്തിൽ എത്ര പാസ്സായിടും? എത്ര പാസ്സാ എന്ന് പറയുന്നത് ഫംഗസ് ആസാം വള. 10,000 കുഞ്ഞുങ്ങളിടും. ഈ 8,000-നും 10,000-നും ഇടയ്ക്കിടും. അതിനായിട്ട് എത്ര മാസം കൊണ്ട് പിടിക്കാനാവും? അതൊരു 1.5 കൊല്ലം കൊണ്ട് ഒരു 2 കിലോ സൈസ് ആവും. അപ്പൊ അതിന് കൊടുക്കുന്നത് ഈ ഹോട്ടൽ വേസ്റ്റ് തന്നെയാണ്. അതിന് ഹോട്ടൽ വേസ്റ്റിന് കൂടുതൽ നമ്മള് ഈ ഹോട്ടലിൽ നിന്ന് വരുന്ന ചിക്കൻ വേസ്റ്റ് ആണ്. ചിക്കൻ വേസ്റ്റ് എന്ന് വെച്ചാല് നമ്മൾ ഈ തൊലിയോടുകൂടി ചിക്കൻ വേസ്റ്റ് അല്ല, ഇതിന്റെ പുറത്തെ തൊലി ഈ ഹോട്ടലിൽ നല്ല ചിക്കന്റെ ഉണ്ട്. ചിക്കൻ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ചിക്കൻ ചിക്കൻ കില്ല് ചെയ്യുന്നിടത്തല്ല. അത് കഴിഞ്ഞ് ചിക്കൻ നമ്മള് കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മള് ബാസിക്ക് കൊടുക്കുന്നത്. പിന്നെ ഹോട്ടലിലെ നല്ല വേസ്റ്റ് ഉണ്ട്, മസാലകൾ ചേരാത്ത വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഏകദേശം കൊടുക്കാറുണ്ടോ? ഇല്ല, എയർബീത്തിങ് ആണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്താൽ 2 വർഷം കൊണ്ട് 10 മാസം കൊണ്ട് 2 കിലോ ആവും.
ഒരു മീൻ രണ്ടല്ല, അത് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഇവിടെ 5 സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം ബാസ ആവശ്യം. നമ്മൾ ലൈവ് ആയിട്ട് കൊടുത്താൽ നമുക്ക് 100 രൂപ ഇതിന് കിട്ടും. ഫില്ലറ്റ് നമ്മളിത് ക്ലീൻ ചെയ്ത് തൊലിയും മുള്ളും കളഞ്ഞ് നമ്മൾ സ്ലൈസ് ചെയ്ത് സ്റ്റാർ ഹോട്ടലുകളിലെല്ലാം എല്ലാ സ്റ്റാർ ഹോട്ടലുകളിലും ബാസ എന്ന് പറയുന്ന മീനാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ കൊടുക്കാൻ നമുക്കൊരു 350 രൂപ നമുക്ക് വില കിട്ടും കിലോയ്ക്ക്. പക്ഷെ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിപ്പോ നിലവിലത്തെ അവസ്ഥയിൽ അധികം വോളിയം പോകുന്നില്ല. നമുക്ക് ഒരു ആഴ്ചയിൽ ഇപ്പൊ ഒരു 200-250 കിലോയിൽ കൂടുതൽ നമുക്ക് ഇവിടുന്ന് വിൽക്കാൻ പറ്റുന്നില്ല ഈ സാധനം. പക്ഷെ എങ്കിലും അത് നല്ല ആശയമായപ്പം നമ്മുടെ നാട്ടിലായാലും ബാസ വളർത്തുന്ന ഒരാൾക്ക് കൂടുതൽ വില കിട്ടണമെങ്കിൽ ഈ വാല്യൂഷൻ അതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബാസ മീൻ നമ്മുടെ നാട്ടിൽ ആരും കഴിക്കുകയില്ല. പൊതുവെ നമ്മളെല്ലാം കടൽ മത്സ്യങ്ങളാണ്, നമ്മുടെ ഈ കോസ്റ്റൽ ബെൽറ്റിലുള്ളവരെല്ലാം കടൽ മത്സ്യം. ഈ ബാസ എന്ന് പറയുന്ന മീൻ നമ്മൾ ആരും താല്പര്യപ്പെടുന്ന മീനല്ല. അപ്പൊ ഇതിന് ഏക ഇതെന്ന് വെച്ചാൽ ഇത് നമ്മള് സ്ലൈസ് ചെയ്ത് മീറ്റ് ആക്കി കഴിഞ്ഞാല് നമുക്ക് ഇത് ഹോട്ടലുകൾക്ക് സപ്ലൈ ചെയ്യാം. ഓഹോ, എല്ലാ 5 സ്റ്റാർ അപ്പൊ കേരളത്തിലാണല്ലോ തന്നെയായിരിക്കും. 1 കിലോ ഫില്ലറ്റ് കിട്ടണമെങ്കിൽ എത്ര കിലോ മീനെ ചെയ്യണം? 2.5 കിലോ മീനിനെ ചെയ്താൽ ഒരു 100-120. അപ്പം 250 രൂപയുടെ മീൻ ഫില്ലറ്റ് ആക്കിയാലും 350 രൂപ കിട്ടും. ശരി, 350-400 രൂപ കിട്ടും. 400 രൂപ കിട്ടും. ഒരു പക്ഷേ കേരളത്തിൽ ഇച്ചിരി കൂടുതലാണുള്ളായിരിക്കും. നമ്മളിപ്പോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാനുവലായിട്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ മാനുവലായിട്ടാണ്. പക്ഷെ നമുക്ക് വോളിയം കൂടുതലുണ്ടെങ്കിൽ അതിന് മെഷീനുണ്ട്. മെഷീനിൽ ചെയ്യാം. അത് വളരെ ഈസി ആയിരിക്കും. മെഷീനുണ്ട്. അതിപ്പോ നമ്മൾ 1000, 500, 1000 കിലോ ചെയ്യുന്നതിന് നമുക്ക് 1, 1.5, 2 മണിക്കൂർ കൊണ്ട് പണി തീരും. നമ്മള് സാധനം മെഷീൻ അവൈലബിൾ. അത് നമ്മള് നമ്മുടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ അതനുസരിച്ച് അവര് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി തരും. മണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാം. അതാ നമുക്ക് കൂടുതൽ നല്ലത്. പക്ഷെ നമ്മൾ അതിനുള്ള മാർക്കറ്റ് കണ്ടെത്തണം. മാർക്കറ്റ് കണ്ടെത്തിയെങ്കിലേ അത് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഇതിൽ അത്രയും ഒരു ഡിമാൻഡുള്ള, പിന്നെ ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് കൂടുതലും കഴിക്കുന്നത്. അതായത് ബംഗാള്, ആസാം, ഒറീസ അങ്ങനെയുള്ള ആൾക്കാർക്ക്. അല്ലാതെ അവർക്ക് അവരുടെ പക്ഷെ അതിന് നമുക്കൊരു വില 100 രൂപ കൂടുതൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ 100 രൂപ കിട്ടിയാൽ മതി. 100 രൂപ കിട്ടിയാലും വളരെ ലാഭം വരാം. പിന്നെ ഈ മത്സ്യക്കുളം കഴിയുമ്പോൾ അടുത്ത സ്റ്റേജ് മത്സ്യക്കുളത്ത് വെള്ളം ഉപയോഗിച്ച കൃഷി ഉണ്ടല്ലോ, പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ, പപ്പായ. അതിന്റെ എത്ര ഏക്കർ ചെയ്യുന്നുണ്ട്? നമുക്ക് ഈ സ്ഥലത്തിന്റെ നമ്മൾ ഇതിന്റെ കുളത്തിന്റെ ബണ്ടിന്റെ ഏരിയ അങ്ങനെയുള്ള വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏരിയയിലാണ് നമ്മൾ പൈനാപ്പിളും ഒരു 10,000 മൂട് വേണോ? നമ്മൾ 10,000 ഒരു ഏക്കറുള്ള സ്ഥലം നമ്മൾ പൈനാപ്പിൾ. പപ്പായ ഇപ്പൊ തീർന്നിരിക്കും. പപ്പായ തീർന്നിരിക്കും. വീണ്ടും വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പപ്പായ ഇപ്പൊ വീണ്ടും വെക്കാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം കാറ്റ് വന്ന ഉണ്ടായിരുന്ന ഈ പൈനാപ്പിളിന്റെ ഒരു ഇൻകം സാധ്യത പറയാമോ? പൈനാപ്പിൾ ഒരു ഏക്കറിൽ നിന്ന് നമ്മൾ ഏകദേശം ഇപ്പം നല്ല വിലയാണ്. ഇപ്പൊ 60 രൂപ വിലയാണ് പൈനാപ്പിൾ. 60 രൂപ വില കൂട്ടണ്ട, നമുക്കൊരു 35 രൂപ വില കിട്ടിയാൽ പോലും ഒരു ഏക്കറിൽ നിന്ന് നമുക്കൊരു 2 ലക്ഷം രൂപ നമുക്ക് എങ്ങനെയായാലും നമുക്ക് ലാഭമുണ്ട്. പപ്പായേക്കാളും കുറച്ചും കൂടെ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റില് പൈനാപ്പിൾ ആണ്. കഴിഞ്ഞ പപ്പായയും ഈ പൈനാപ്പിൾ പോലെ ഇൻകം ഉണ്ട്. പക്ഷെ അതിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കാറ്റ്, ഇങ്ങനെയുള്ള ഡിസീസ് കൂടുതലാണ്. ഡിസീസ് കൂടുതൽ, പിന്നെ കാറ്റ് എന്തെങ്കിലും വന്നാൽ ഈ സാധനം ഒടിഞ്ഞു പോകും. പിന്നെ ഇതിന് ഗുണമെന്ന് വെച്ചാൽ 6 മാസം തൊട്ട് നമുക്ക് ഇൻകം ആവും. ഷെൽഫ് ലൈഫ് ഉണ്ടല്ലോ അല്ലേ? ഷെൽഫ് ലൈഫ് കുറച്ച്. ഈ പൈനാപ്പിളിന്റെ മാർക്കറ്റിംഗില് ഗോവയിൽ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? പൈനാപ്പിളിന്റെ മാർക്കറ്റിംഗിൽ എനിക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. കാരണം എന്താ വെച്ചാല് ഞാനൊരു പൈനാപ്പിൾ കച്ചവടക്കാരനും കൂടെ. അതായത് നമുക്ക് ഇവിടെ ഗോവ, മഹാരാഷ്ട്ര ഈ ബോർഡറില് ഒത്തിരി മലയാളി ആൾക്കാര് ഏക്കർ കണക്കിന് സ്ഥലം ലീസിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ പൈനാപ്പിളുകൾ ഞാൻ അവരിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് നമ്മള് മാർക്കറ്റിൽ പഞ്ചി, ഗോവ, ബെൽഗാം, കർണാടക ബോർഡർ ബെൽഗാം, ഇങ്ങനെയുള്ള ഗോവ, മഹാരാഷ്ട്ര, ബെൽഗാം ഇങ്ങനെയുള്ള മെയിൻ ടൗണുകളിലെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മാർക്കറ്റിങ്ങിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് പൈനാപ്പിൾ നമ്മുടെ ഇവിടുത്തെ പൈനാപ്പിൾ ഓർഗാനിക്കാണ്, പ്യൂർ ഓർഗാനിക്കാണ്. നമ്മുടെ ഇവിടുന്ന് ഓർഗാനിക് പൈനാപ്പിളിന് കൊങ്കണിലെ ഏറ്റവും ടേസ്റ്റിയസ്റ്റ് പൈനാപ്പിളിനുള്ള അവാർഡ് നമ്മുടെ ഫാമിൽ കിട്ടിയായിരുന്നു, ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. അത് നമ്മൾ ബാക്കി ഫാമുകളിൽ നിന്നും ഓർഗാനിക് പൈനാപ്പിൾ അല്ല, പക്ഷെ നല്ല ഈ മേഖലയിലുള്ള പൈനാപ്പിൾ കൂടുതലായിട്ടും ഈ ഏരിയ മിക്കവാറും തോട്ടങ്ങളിൽ നിന്നെല്ലാം പൈനാപ്പിൾ മാത്രമല്ല മറ്റു ഫ്രൂട്ട്സും ഉണ്ടോ? ഇല്ല, കൂടുതലായിട്ടും പൈനാപ്പിളാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പപ്പായ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കൃഷിക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പുതിയ കൃഷിക്കാർ വരുന്നവർക്ക് നമ്മള് സപ്പോർട്ട് കൊടുക്കാൻ അഗ്രി ബിസിനസ് ആണ് നമ്മുടെ അഗ്രി ബിസിനസ് ലൈനിലാണ് നമ്മൾ കാര്യങ്ങൾ നീക്കുന്നത്. അല്ല, അത് ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യമാണ്. കൃഷിയുടെ കൂടുതൽ നമുക്ക് കച്ചവടമുണ്ട്. കച്ചവടം അതായത് നമുക്കിപ്പോ എന്ത് കൃഷി ചെയ്താലും ആ പ്രോഡക്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല കൃഷി കൊണ്ടൊരു ഗുണമില്ല. അല്ല, മധുസൻ അങ്ങനെ ചെയ്യുന്നവർ മധുസൻ മാത്രമല്ല
മറ്റു സഹകൃഷിക്കാർക്ക് അതിന്റെ പ്രയോജനം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ സാധനം എടുക്കുന്നു, നമ്മൾ ആ സാധനം കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുന്നു. ഈ മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ 90% പ്രോഡക്റ്റ് നമുക്ക് ഈ ഗോവയിൽ തന്നെ വിൽക്കാനുള്ളൂ. പിന്നെ കുറച്ച് ഈ ഗോവയുടെ ബോർഡറിലുള്ള കർണാടക, മഹാരാഷ്ട്ര ബോർഡറിലുള്ള കുറച്ച് ചെറിയ സിറ്റികളിൽ നമ്മൾ അതായത് ഈ ടൂറിസം ഒരു ഫാക്ടറാണോ? ടൂറിസം ഇൻഡസ്ട്രി ആണോ നമ്മുടെ മെയിൻ കൺസ്യൂമർ എന്ന് പറയുന്നത്? ആയിരിക്കാം. ഗോവയിൽ മെയിൻ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ആൾക്കാർ വരുന്നത്. എക്കോണമി നമ്മൾ ഈ പൈനാപ്പിൾ പോകുന്നത് 90% ഹോട്ടലുകളിലേക്കാണ് ഈ സാധനം സപ്ലൈ പോകുന്നത്. നമ്മൾ ഹോട്ടലുകൾക്ക് സപ്ലൈ അല്ല, നമ്മൾ ഹോൾസെയിലേഴ്സിന് നമ്മൾ കൊടുക്കുന്നു. അവരിൽ നിന്ന് ഈ സാധനം മിക്കവാറും എല്ലാം ഹോട്ടലുകളിലേക്കാണ് പോകുന്നത്. അപ്പം ടൂറിസം അതിന്റെ ഒരു എന്തായാലും ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ഗോവൻ സോസേജ് വീട്ടിലുണ്ടാക്കുന്നത് പണ്ട് തൊട്ടേ ഉണ്ടാക്കിക്കൊണ്ട്. അപ്പൊ അതൊരു ഗോവൻ മാത്രം കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ അതും അല്ല അതിപ്പോ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. സോസേജ് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് പോകുന്നുണ്ട്. അവരവിടെ തന്നെ ബേക്കണും സോസേജും ഉണ്ടാക്കും. നാച്ചുറലി ടൂറിസ്റ്റിന് വേണ്ടി. അതങ്ങനെ ഒരു ഇൻഡസ്ട്രി ആയിട്ടുണ്ടോ? ഉണ്ടല്ലേ? അത് വീഡിയോ ചെയ്യുന്നതാണോ? ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നുണ്ടോ? അത് കൂടുതലും ഇംഗ്ലണ്ടിൽ, ഇവിടെ ഗോവക്കാർ ഒത്തിരി പേര് യൂറോപ്പിലും അവിടെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അവര് പാർസൽ ചെയ്ത് കൊടുത്തു വിടും. ഇവിടെ വാങ്ങി കൊടുത്തു വിടും. 1 കിലോ സോസേജിന് 1000 രൂപ വില. ഗോവൻ സോസേജ്. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സോസേജ് വ്യത്യാസം ഉണ്ടല്ലേ? നാട്ടിൽ കിട്ടുന്ന സോസേജ് അല്ല, ഇവരുടെ റെസിപ്പി. അതുപോലെ ബേക്കൺ അങ്ങനെ തിരിച്ചു ഇത് വാലിഡേഷൻ നടത്തി കൊടുക്കുന്നു. ബേക്കൺ മാത്രമല്ലോ, അത് വേറെ എന്തൊക്കെയല്ലേ അതിന്റെ? ബേക്കൺ, ഹാം, അങ്ങനെ പല സാധനങ്ങളുണ്ട്, പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെ ഗോവയിൽ പൊതുവെ ഒരു പന്നി വളർത്തൽ കൂടുതലുള്ള ഏരിയ ആണോ? പന്നി വളർത്തൽ എല്ലാ വീടുകളിലും ഈ സാധനം ഉണ്ടായിരുന്നു. കൊമേഴ്സ്യൽ ഫാംസ് കുറവായിരിക്കും. കൊമേഴ്സ്യൽ ആൾക്കാർ കുറവാണ് ചെയ്യുന്നത്. ഇപ്പൊ ആരും ഇങ്ങനത്തെ കൃഷികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ഒന്നാമത്തെ കാര്യം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ വീടുകളിലൊന്നും ഒന്നും ഇല്ല, പൊതുവെ കുറവാണ് ഇപ്പൊ. ഒരുപക്ഷെ ഭാവിയിൽ ഇനി ഒരു ആവശ്യം വന്ന് നമുക്ക് വാലിഡേഷൻ നടത്തിയ കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും കൂടുതൽ വീണ്ടും വേറൊരു സ്റ്റൈൽ നമ്മളിപ്പോ അത് ചെയ്യാറില്ല, കാരണം അത് ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ഈ പണിക്കാണെങ്കിലും പന്നിക്ക് തീറ്റ ഇട്ട് കൊടുക്കുമ്പോ മുതൽ നമ്മളുടെ ആള് ഇവിടെ നോക്കി നിൽക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാണ് ഏതിനേലും അസുഖം ഉണ്ടോ. അത്രയ്ക്ക് കെയർ കൊടുത്താണ് നമ്മള്. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വേറെ ഒരു സമയത്തും പന്നിക്കുട്ടി വേണമെന്നില്ല, പക്ഷെ തീറ്റ ഇടുന്ന സമയത്ത് നമ്മൾ തീറ്റ ഇടുന്ന സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് രോഗം ഉണ്ടോ, ഏതെങ്കിലും പന്നി തീറ്റ എടുക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിനെന്തോ കുഴപ്പമുണ്ടോ. അത് ഐസൈറ്റ് ചെയ്യും. അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ കൊടുക്കും, ടെമ്പറേച്ചർ നോക്കും, പനിയുണ്ടോ നോക്കും. നേരത്തെ പറഞ്ഞു മലയാളി കർഷകർ വിഭാഗത്ത് കൂടുതലായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ വരുന്നുണ്ടെന്ന്. എന്തുമാത്രം ആളുകൾ വരുന്നുണ്ട്? അവരുടെ ഒരു അവസ്ഥ ഇപ്പം ഈ ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ എനിക്ക് ഒരു 100-150 കൃഷിക്കാരെങ്കിലും കാണും പൈനാപ്പിൾ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്നത്. അവരെല്ലാവരും 50 ഏക്കർ 100 ഏക്കറൊക്കെ വെച്ച്, ഓരോ കൃഷിക്കാരും 20 ഏക്കർ 10 ഏക്കർ, ചെറുകിട കൃഷിക്കാരായിട്ട് ഒരു 50 ഏക്കർ 100 ഏക്കർ വരെ ലീസിനെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. വലിയ രീതിയിൽ എടുക്കുന്നവരല്ല. എല്ലാവരും നാട്ടിൽ നിന്ന് വളരെ സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടും ബുദ്ധിമുട്ടായിട്ടും വരുന്ന ആൾക്കാർ ആയിരുന്നു ഇവിടെയുള്ള 90% ആൾക്കാർ. പക്ഷെ ഇവിടെ വന്ന് പൈനാപ്പിൾ കൃഷി ചെയ്ത് എല്ലാവരും ഇപ്പം അത്യാവശ്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പം ആദ്യമായിട്ടൊക്കെ വരുന്നവര് പൊതുവെ എത്ര ഏക്കറിലാണ് തുടങ്ങുക? എല്ലാവരും 2 ഏക്കർ 3 ഏക്കർ. അങ്ങനെ വരുന്നവര് വേറെ പല തോട്ടങ്ങളിലും ജോലിക്ക് നിന്ന് അതിനുശേഷം കൃഷി ചെയ്ത് അങ്ങനെ ഈ ആൾക്കാരെ 2 ഏക്കർ 3 ഏക്കർ ചെയ്താലും നമുക്ക് വളരാൻ പറ്റും. 3 ഏക്കർ ചെയ്ത് ഇപ്പം ഒരു ധാരണയുണ്ട് 50 ഏക്കറൊക്കെ ചെയ്താലേ പൈനാപ്പിൾ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെ 2-3 ഏക്കർ ചെയ്ത് ഇപ്പം മിക്കവാറും ആൾക്കാർക്കെല്ലാം 50 ഏക്കർ 25 ഏക്കർ 100 ഏക്കർ കൃഷിയുള്ളവരാണ് 90% ആൾക്കാർ ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ലീസിന് എടുത്തല്ലേ? ഇവിടെയൊക്കെ ലീസിന് എന്ത് 5,000 രൂപ തൊട്ട് 10,000 രൂപ വരെ ഏക്കർ കിട്ടും. പിന്നെ ഏറ്റവും വലിയ സൗകര്യം 10,000 രൂപയൊക്കെ കൂടുതൽ ധാരാളമായിട്ട് വെള്ളമുണ്ട്. കനാൽ സൗകര്യം എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും അത്യാവശ്യം സ്ഥലങ്ങളിലെല്ലാം അവൈലബിൾ ആണ്. ഈ പൈനാപ്പിൾ കൃഷി കൂടുതലായിട്ട് ചെയ്യുന്ന ഗോവ എന്ന് പറയാൻ പറ്റില്ല, മഹാരാഷ്ട്ര ബോർഡറിലാണ്. പൈനാപ്പിൾ കൃഷിയുള്ള മേഖലകളിലെല്ലാം കനാൽ സൗകര്യം ലഭ്യമാണോ? മിക്കവാറും സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവർ എല്ലാവരും പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്. അതുപോലെ സ്പ്രിംഗ്ലേഴ്സ് നനയ്ക്കുന്നത്. അപ്പൊ വൈദ്യുതിയും കിട്ടാറുണ്ട്. കറണ്ട് ബില്ലുണ്ട് അതിന്. അല്ല, അതിന് താരിഫ് കുറവല്ലേ? താരിഫ് കുറവാണ്. അഗ്രികൾച്ചർ കണക്ഷൻ. പിന്നെ ഇപ്പം നമ്മളിപ്പോ പന്നി പറഞ്ഞു, പൈനാപ്പിൾ പറഞ്ഞു, അതിനവരെ മൈനർ സംരംഭങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ പോത്ത് വളർത്തല്, കോഴിയുണ്ട്, അതിനെ കുറിച്ച്
അതെന്നു വെച്ചാല് നമുക്ക് ഇവിടെ ഒത്തിരി ഫാമുകളുണ്ട്, പശു ഫാമുകളുണ്ട്. അപ്പൊ അവരവിടുന്നുള്ള മൂരിക്കിടാങ്ങളെ അവര് വളർത്താറില്ല. അപ്പൊ ആ മൂരിക്കിടാങ്ങളെ എല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവരും. അത് ഇവിടെ വന്നതിന് ശേഷം അതിന് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ കിട്ടുന്ന പച്ചക്കറി വേസ്റ്റ്, ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് അവിടെയും റീസൈക്ലിംഗ്. അതായത് മൂരിക്കിടാങ്ങൾക്ക് ഒന്നും നമ്മൾ ഒരു കാലിത്തീറ്റ ഒന്നും മേടിച്ചു കൊടുക്കുന്നില്ല, വൈക്കോല് പോലും മേടിച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ പുൽകൃഷി ഉണ്ടോ? പന്നിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇതിനുവേണ്ടി പുല്ലുണ്ട്, കൊടുക്കുന്നുണ്ട്. ഹോട്ടൽ വേസ്റ്റും പുല്ലും മാത്രമാണ് എല്ലാ ജീവികളുടെയും ആഹാരം. വേറെ ഒരു സാധനവും പുറത്തുനിന്നില്ല. പിന്നെ അതുകൂടാതെ കോഴിയുണ്ടല്ലേ? കോഴിയുണ്ട്, എരുമയുണ്ട്, പോത്തുണ്ട്, പശുക്കളും ഉണ്ട്. നമുക്ക് 2-3 നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പശുക്കൾ. ഈ കോഴി ഒരു വരുമാനമാണോ? കോഴി നമ്മൾ ഏകദേശം ഒരു 150 കോഴിയുണ്ട് നമുക്ക്. 150 കോഴി എന്ന് പറയുമ്പോൾ നമ്മളൊരു 60 മുട്ട 70 മുട്ട നമുക്ക് ഡെയിലി ഉണ്ടാവും. അതും കോഴിക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നൊന്നുമില്ല. ഈ ഹോട്ടലിന്റെ വേസ്റ്റ് തന്നെ അത് ഈ പന്നിക്കൂടിന്റെ സൈഡിലും എല്ലാം വന്നിരുന്നത് അത് നിന്ന് പിന്നെ അഴിച്ചുവിട്ടു മാർക്കറ്റ്. നമുക്കിപ്പോ ഏകദേശം ഇവിടെ നമ്മളിപ്പോ മുട്ട മേടിക്കാൻ ചെന്നാൽ നമുക്ക് 15 രൂപ വിലയുണ്ട് നാടൻ കോഴി മുട്ട, 10 രൂപ. ശരിക്കും നിങ്ങൾ അഴിച്ചുവിട്ട് വളർത്തുന്നല്ലേ? ഫ്രീ റേഞ്ച് മുട്ടയായിട്ട് അതിന് ചില സ്ഥലങ്ങളിൽ കൂടുതൽ വിലയുണ്ട്. നാട്ടിനേക്കാളും വില കൂടുതലാണ്. 10 രൂപ നാട്ടിലേക്ക് ഒരു 6 രൂപ ഈ കൂടുതലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മള് ഹോട്ടലുകളാണോ കൊടുക്കുന്നത്? അല്ല, അത് ലോക്കലായിട്ട് ഹോട്ടലിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെയിൻ ആയിട്ട് പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ കൂടുതൽ. പിന്നെ മീനും പിന്നെ ഇവിടെ നിന്നുള്ള വേദന നമ്മൾ വിൽക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് വലിയൊരു എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്ന സംഭവം ബയോഗ്യാസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വിൽക്കുന്ന നമ്മൾ കമ്പോസ്റ്റ് എല്ലാ വർഷങ്ങളും നമ്മൾ 10-15 ടൺ ഈ പന്നിക്കുട്ടികളുടെ വേസ്റ്റ് മിക്കവാറും നമ്മൾ ഈ പൈനാപ്പിൾ കൃഷിക്കാർക്ക് തന്നെയാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതൊരു ഇൻകം കിട്ടുന്നുണ്ട്. അതൊരു ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്ലറി ഉണ്ട്, മീൻ പറ്റിക്കുന്ന സമയത്ത് സ്ലറി ഉണ്ടാവും. അപ്പം വരുമ്പോൾ വേസ്റ്റ് എന്നുള്ള പേരാണ് വരുന്നതെങ്കിലും വന്നു കഴിയുമ്പോൾ അതെല്ലാം പ്രോഡക്റ്റ് ആയിട്ട് ഹെൽത്ത് ആയിട്ട് മാറും. ശരിക്കും വേസ്റ്റ് ഹെൽത്ത് എന്നുള്ളതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഈ ഫാം. അത് തന്നെയാണ് ഇവർ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇവിടെ ഒന്നും വേസ്റ്റ് ആകുന്നില്ല. ഏത് ഫുഡും ഇവിടെ ഇവരെ ഏൽപ്പിച്ചാൽ മതി, അവരത് 13 തരത്തിലുള്ള പ്രോഡക്റ്റ് ആക്കി തിരിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. താങ്ക് യു.